ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷഫ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അതിന് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് സുർക്കയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കുണ്ടുള്ള ഒരു ചട്ടിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാനൊരു 3 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. നമുക്ക് ഫ്രൈ പാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു തവണ കൊണ്ട് തന്നെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ വെന്ത് വന്ന് ഫ്രൈ ആയിട്ട് ഞാനതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതിന്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാല് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നന്നായി വഴഞ്ഞു വരണം. കുറേ നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശമൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരണം കേട്ടോ. ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മള് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചെമ്മീനും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ തന്നെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എളുപ്പമല്ലേ തയ്യാറാക്കാൻ? വളരെ എളുപ്പമാണ്, കഴിക്കാൻ ടേസ്റ്റിയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.